നമ്മുടെ ദാമ്പത്യം എന്നത് വെറും ലോകത്തെ കാണിക്കാനുള്ള ഒന്നല്ല. പുറം ലോകത്തിന്റെ കണ്ണുകൾ മറയുമ്പോൾ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം. നാളെ ഒരു ദിവസം അള്ളാഹുവിന്റെ മുൻപിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഒരു ഭാര്യ എന്ന നിലയിലുള്ള നിങ്ങളുടെ കടമകളെക്കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടും. നിങ്ങളെ വിശ്വസിച്ച് കൂടെ കൂട്ടിയ ആ മനുഷ്യനോട് നിങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് മറുപടി പറയേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, കൃത്യമായി നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും അന്തസ്സോടെ ജീവിക്കുകയും ഭർത്താവിന് തണലായി നിൽക്കുകയും ചെയ്യുന്ന സ്ത്രീക്ക് സ്വർഗത്തിന്റെ ഏത് കവാടത്തിലൂടെയും അകത്തേക്ക് കടക്കാം. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിലൂടെയാണ് അള്ളാഹു വലിയൊരു പ്രതിഫലം ഒരുക്കി വെച്ചിരിക്കുന്നത്. ചെറിയ വാക്കുകൾ, വലിയ മുറിവുകൾ. ദേഷ്യത്തോടെയുള്ള ആ ഒരു മറുപടി അല്ലെങ്കിൽ പരിഹാസം, അത് ചെറുതാണെന്ന് കരുതരുത്. പുറത്ത് കരുത്തനായി നടക്കുന്ന പുരുഷൻ ചിലപ്പോൾ സ്വന്തം വീടിനുള്ളിൽ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് തളർന്നു പോകുന്നുണ്ടാകാം. അദ്ദേഹത്തിന്റെ കുറവുകൾ മാത്രം ചർച്ച ചെയ്യാതെ അദ്ദേഹം നിങ്ങൾക്കായി ചെയ്യുന്ന കഷ്ടപ്പാടുകൾ കൂടി കാണാൻ ശ്രമിക്കുക. നന്ദിയില്ലാത്ത പെരുമാറ്റം സ്നേഹത്തെ സാവധാനം കൊന്നുകളയും. ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയാൻ ശീലിക്കുക. അദ്ദേഹം അടുത്തുണ്ടാവുമ്പോൾ മാത്രമല്ല വിശ്വസ്തത കാണിക്കേണ്ടത്. അദ്ദേഹം ഇല്ലാത്ത നേരത്ത് നിങ്ങൾ ആരെയാണ് വിളിക്കുന്നത്, ആരോടാണ് സംസാരിക്കുന്നത്, എന്ത് രഹസ്യങ്ങളാണ് സൂക്ഷിക്കുന്നത്? മനുഷ്യർ കാണുന്നതിനേക്കാൾ പ്രധാനം അല്ലാഹു കാണുന്നു എന്ന ബോധ്യമാണ്. എന്നാൽ ഇവിടെ ഒരു വലിയ സത്യമുണ്ട്. ഇസ്ലാം ഒരിക്കലും ഭാര്യയെ ഒരു ദാസിയാക്കിയിട്ടില്ല. അതൊരിക്കലും ഭർത്താവിനെ ഒരു അധികാരിയാക്കിയിട്ടില്ല. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ തന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. ഭാര്യയെ സഹായിച്ചും കരുണ കാണിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയായി. അതുകൊണ്ട് ഓർക്കൂ, ഒരു നല്ല ഭാര്യ, ഒരു നല്ല ഭർത്താവ്, ഇവരാണ് ചേർന്ന് ഒരു ജന്നത്ത് പോലുള്ള വീട് നിർമ്മിക്കുന്നത്. ഇന്ന് രാത്രി സ്വയം ചോദിക്കുക, എന്റെ ഭർത്താവ് എനിക്ക് എന്ത് തന്നു എന്നതിനേക്കാൾ ഞാൻ എങ്ങനെയുള്ള ഭാര്യയാണ് എന്ന് ചിന്തിക്കുക. ഞാൻ അദ്ദേഹത്തിന് സമാധാനമാണോ നൽകുന്നത്, അതോ സങ്കടമാണോ? ഞാൻ എന്റെ സ്വർഗമാണോ അതോ നരകമാണോ പണിതുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അല്ലാഹുവേ, ഞങ്ങളുടെ ദാമ്പത്യം സമാധാനമുള്ളതാക്കണമേ. ഞങ്ങളുടെ തെറ്റുകൾ മാപ്പാക്കി തരണമേ. പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വീടുകളെ സ്വർഗത്തിന്റെ തണലാക്കണമേ. ആമീൻ.